നമസ്കാരം. +1 ഫിസിക്സിലെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോസ് ഓഫ് മോഷൻ എന്ന ചാപ്റ്ററിലെ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. എന്തായിരുന്നു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ? എവറി ബോഡി കണ്ടിന്യൂസ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ അൺലെസ് an external forces acting on it. ഓക്കെ, അപ്പോൾ അതിൽ മാസ് ആസ് എ മെഷർ ഓഫ് ഇനേഷ്യ എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ ആദ്യം മൊമെൻറ്റം ഡിഫൈൻ ചെയ്യാം. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷനിലേക്ക് കടക്കുന്നതിന് മുമ്പായി മൊമെൻറ്റം എന്താണെന്ന് നോക്കാം. മൊമെൻറ്റം ഓഫ് is defined to be the product of its mass and velocity. Mass m, velocity v ആണെങ്കിൽ മൊമെൻറ്റം എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് m and v. So p equal to mv. v വെലോസിറ്റി ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, അതുകൊണ്ട് മൊമെൻറ്റവും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. മാസിൻ്റെത് കിലോഗ്രാം, വെലോസിറ്റിയത് മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അടുത്തായിട്ട് എന്താണ് മൊമെൻറ്റവും ഫോഴ്സും തമ്മിലുള്ള ഒരു റിലേഷൻ? ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് മൊമെൻറ്റവും ഫോഴ്സും തമ്മിലുള്ളൊരു റിലേഷനാണെന്ന് പറയാം. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മാസ് ഓഫ് എ ബോഡി is an important parameter that determines the effect of force on its motion. അതായത് മാസ്, ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്ന് ഡിസൈഡ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. അതായത് നമുക്കറിയാം ഒരു ബോഡി മൂവ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ്, അല്ലേ? അപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ബോഡി മൂവ് ചെയ്യുമോ അല്ലെ ബോഡി മൂവ് ചെയ്യില്ലേ, എങ്ങനെ മൂവ് ചെയ്യും എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ മാസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോളുണ്ട്. അതിനൊരു എക്സാമ്പിൾ നോക്കാം. Much greater forces needed to push the truck than the car to bring them to the same speed in same time. What does it mean? ഒരു ട്രക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു കാർ ഉണ്ടെന്ന് വിചാരിക്കുക. ഒരേ സ്പീഡിലേക്ക് ഈ രണ്ട് വെഹിക്കിൾസും കൊണ്ടുവരികയാണെങ്കിൽ ഏത് കേസിലായിരിക്കും നമ്മൾ കൂടുതൽ ഫോഴ്സ് കൊടുക്കേണ്ടത്? ഒരു ട്രക്ക് ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലേക്ക് നമുക്ക് കൊണ്ടുവരണമെങ്കിൽ അതേ ഫോഴ്സ് തന്നെയാണോ കാറിനും വേണ്ടത്? അല്ലെങ്കിൽ കാറിനെ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിലേക്ക് എത്തിക്കാൻ നമ്മൾ കൊടുക്കുന്ന അതേ ഫോഴ്സ് കൊണ്ട് ട്രക്കിനെ അതേ വെലോസിറ്റിയിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. നമുക്കറിയാം ട്രക്കിന് മാസ് വളരെ കൂടുതലാണ്. അപ്പോൾ കാറിൽ കൊടുക്കുന്ന ഒരു ഫോഴ്സ്, കാറിലുണ്ടാക്കുന്ന ആ സ്പീഡ് ട്രക്കിലുണ്ടാക്കില്ല, കാരണം മാസ് കൂടുതലാണ്, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞിരുന്നു ഇതേ കാര്യം തന്നെ. അതുപോലെ തന്നെ എ ഗ്രേറ്റർ ഒപ്പോസിങ് ഫോഴ്സസ് നീഡഡ് ടു സ്റ്റോപ്പ് എ ഹെവി ബോഡി ദാൻ എ ലൈറ്റ് ബോഡി ഇൻ ദ സെയിം ടൈം ഇഫ് ദേ ആർ മൂവിങ് വിത്ത് ദ സെയിം സ്പീഡ്. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഒരേ സ്പീഡിൽ മൂവ് ചെയ്യുന്ന രണ്ട് ബോഡീസ്, ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള ബോഡിയാണെന്ന് വിചാരിക്കുക, മറ്റേതൊരു ഹെവി ബോഡിയാണെന്ന് വിചാരിക്കുക. രണ്ടും ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. ഈ രണ്ട് ബോഡീസിനെയും സ്റ്റോപ്പ് ചെയ്യാൻ ഒരേ ഫോഴ്സ് മതിയാവുമോ? നമുക്കറിയാം ഇല്ല, അല്ലേ? കാരണം കൂടുതൽ മാസുള്ള ഒരു ബോഡിയെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ബോഡിയുടെ മൂവ്മെൻറ്റും അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റും മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലേ? ഒരേ സ്പീഡിലേക്ക് രണ്ട് വെഹിക്കിൾസിനെ കൊണ്ടുവരണമെങ്കിൽ ആ വെഹിക്കിൾസിൻ്റെ മാസ് കൂടുതലാണെങ്കിൽ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മൂവ് ചെയ്യുന്ന രണ്ട് ബോഡീസ്, ഒരേ സ്പീഡിൽ മൂവ് ചെയ്യുന്ന രണ്ട് ബോഡീസിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരേ ഫോഴ്സ് കൊടുത്താൽ മതിയാവില്ല. ഏത് ബോഡിക്കാണോ കൂടുതൽ മാസ് ആ കേസിൽ നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. അതേപോലെ മറ്റൊരു എക്സാമ്പിളാണിത്. ഇപ്പം നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഈ ഫോഴ്സ് മാസിനനുസരിച്ചിട്ട്, ആ ഫോഴ്സ് ഉണ്ടാക്കുന്ന ഇഫക്റ്റ് മാസിനനുസരിച്ചിട്ട് എങ്ങനെ വേരി ചെയ്യുന്നു. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. എ ക്രിക്കറ്റർ ഡ്രോസ് ഹിസ് ഹാൻഡ്സ് ബാക്ക്വേർഡ് ഇൻ ദി ആക്ട് ഓഫ് ക്യാച്ചിങ് ദ ബോൾ. One reason is that the cricketer allows a longer time for his hands to stop the ball. ഇത് മറ്റൊരു എക്സാമ്പിളാണ്. അതായത് ഒരു ക്രിക്കറ്റർ, ബോൾ ക്യാച്ച് ചെയ്യുന്ന ഒരു ക്രിക്കറ്റർ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടാവും, കാണാൻ ഇഷ്ടമായിരിക്കും. ആ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് ക്രിക്കറ്റർ കൈ ഉയർത്തിപ്പിടിച്ചിട്ടാണോ ബോൾ ക്യാച്ച് ചെയ്യുന്നത്, അതോ കൈ താഴ്ത്തി പിടിച്ചിട്ടാണോ ബോൾ ക്യാച്ച് ചെയ്യുന്നത്?
തീർച്ചയായിട്ടും എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എങ്ങനെയാണ് ബോൾ ക്യാച്ച് ചെയ്യുക? കൈ അത് താഴ്ത്തിയിട്ടാണ് ബോൾ ക്യാച്ച് ചെയ്യുക. കൈ താഴ്ത്തിയിട്ട് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അതായത് യു ആർ യൂസിങ് ലോങ്ങർ ടൈം ഇൻ്റർവൽ, അത്രയും കൂടി സമയം കൂടുതൽ ഉപയോഗിക്കുകയാണ്. കൈ ഉയർത്തി ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ അതിലും കൂടുതൽ സമയമെടുക്കും നമ്മൾ കൈ താഴ്ത്തി പിടിച്ചിട്ട് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ലോങ്ങർ ടൈമാണ് അവിടെ എടുത്തത്. അപ്പോൾ നേരത്തെ മാസ് ആ ഫോഴ്സുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ നോക്കൂ, ടൈം ഇൻ്റർവൽ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതായത് വളരെ സ്പീഡിൽ വരുന്നൊരു ബോള് നമ്മൾ കൈ ഉയർത്തി പിടിച്ചിട്ട് ക്യാച്ച് ചെയ്യുമ്പോഴാണോ നമ്മുടെ കയ്യിൽ ഫോഴ്സ് കുറവ് അനുഭവപ്പെടുക, അതോ കൈ താഴ്ത്തി പിടിച്ചിട്ട് ക്യാച്ച് ചെയ്യുമ്പോഴാണോ? കൈ താഴ്ത്തി പിടിച്ച് ക്യാച്ച് ചെയ്യുമ്പോൾ ആ ടൈം ഇൻ്റർവൽ കൂടും, പക്ഷേ ഫോഴ്സ് കുറയും. നമ്മുടെ കൈക്ക് അധികം വേദന ഉണ്ടാവില്ല. അതേസമയം വരുന്ന അതേ ഫോഴ്സിൽ നമ്മൾ കൈ ഉയർത്തി പിടിച്ചിട്ട് ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൈക്ക് കുറച്ചുകൂടി വേദന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നോക്കാം നമുക്ക്. ഫോഴ്സ് നോട്ട് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ബട്ട് ഓൾസോ ഓൺ ഹൗ ഫാസ്റ്റ് ദ ചേഞ്ച് ഇസ് ബ്രോട്ട് അബൌട്ട്. ഫോഴ്സ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനെ മാത്രമല്ല, പിന്നെയോ ഹൗ ഫാസ്റ്റ് ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട്, എത്ര പെട്ടെന്നാണ്. അതായത് അതാണ് ക്രിക്കറ്ററിൻ്റെ കേസ് പറഞ്ഞത് അല്ലേ? നമ്മുടെ വേദന അനുഭവപ്പെടാൻ കാരണം എന്താ? ആ ബോളിൻ്റെ ഫോഴ്സ് നമ്മുടെ കയ്യിലേക്ക് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ദാറ്റ് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ അവർ ഹാൻഡ്സ്. അപ്പോൾ ഉയർത്തി പിടിച്ച് ക്യാച്ച് ചെയ്യുമ്പോൾ ഫോഴ്സ് കൂടുതലാണ്, താഴ്ത്തി പിടിക്കുമ്പോൾ ഫോഴ്സ് കുറവാണ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ ഇഫക്റ്റ് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഒന്ന്. മറ്റൊന്ന് നമ്മൾ നേരത്തെ കണ്ടു, മൊമെൻറ്റം അല്ലെങ്കിൽ സ്പീഡ്. അതിനനുസരിച്ച് കൂടുതൽ സ്പീഡിൽ അല്ലെങ്കിൽ കൂടുതൽ മാസിലുള്ള ബോഡിയെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്പീഡ് കൂട്ടി കൊടുക്കണമെങ്കിൽ നമ്മൾ ഫോഴ്സ് കൂടുതൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഫോഴ്സ് മൊമെൻറ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിനെ മാത്രമല്ല, എത്ര പെട്ടെന്നാണ് ഈ ചേഞ്ച് വരുന്നത്. ഇപ്പോൾ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്നൊരു വെഹിക്കിൾ ആലോചിക്കുക, വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നൊരു വെഹിക്കിൾ ആലോചിക്കുക. ഏത് കേസിലാണ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ടി വരിക? തീർച്ചയായിട്ടും വളരെ സ്പീഡിൽ വരുന്നതിലായിരിക്കും അല്ലേ? സ്ലോ ആയിട്ട് വരുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എത്ര ഫോഴ്സ് വേണോ അതിലും കൂടുതൽ ഫോഴ്സ് വളരെ സ്പീഡിൽ മൂവ് ചെയ്യുന്നൊരു ബോഡിയെ സ്റ്റോപ്പ് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ ടൈമിനും അതുപോലെ തന്നെ ആ മൊമെൻറ്റത്തിനും ചേഞ്ച് ഇൻ മൊമെൻറ്റത്തിനും ഒക്കെ ഈ ഫോഴ്സുമായിട്ട് റിലേഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ദ സെയിം ചേഞ്ച് ഇൻ മൊമെൻറ്റം ബ്രോട്ട് അബൌട്ട് ഇൻ എ ഷോർട്ടർ ടൈം നീഡ്സ് ഗ്രേറ്റർ അപ്ലൈഡ് ഫോഴ്സ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഒരേ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണെങ്കിലും ചെറിയൊരു ടൈം ഇൻ്റർവെല്ലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, പക്ഷേ ടൈം ഇൻ്റർവെൽ കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് കുറവായിരിക്കും. അല്ലെങ്കിൽ ദ ഗ്രേറ്റർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഗ്രേറ്റർ ഇസ് ദ ഫോഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ എക്സാമ്പിൾസ് ഒക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കൺക്ലൂഷനാണ്. എന്താണ് കൺക്ലൂഷൻ? ഗ്രേറ്റർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഗ്രേറ്റർ ഇസ് ദ ഫോഴ്സ്. അതായത് മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്ന് മാത്രമല്ല, ആ ചേഞ്ച് എത്ര സമയം കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും ഫോഴ്സ്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എത്ര കൂടുതലാണോ അത്രയും ഫോഴ്സും കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡിവൈഡഡ് ബൈ ടൈം, അല്ലെങ്കിൽ യൂണിറ്റ് ടൈമിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം. അതിനാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുക. സോ ഗ്രേറ്റർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഗ്രേറ്റർ ഇസ് ദി ഫോഴ്സ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് we can now define Newton's second law of motion. The rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. Newton's second law of motion എന്നത് ഇതാണ്. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് മൊമെൻറ്റം എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഫോഴ്സിന്, അപ്ലൈഡ് ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഓക്കെ, അപ്ലൈഡ് ഫോഴ്സ് കൂടുതലാണെങ്കിൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം കൂടുതലായിരിക്കും, റേറ്റ് ഓഫ് ചേഞ്ച് കൂടുതലായിരിക്കും. അപ്ലൈഡ് ഫോഴ്സ് കുറവാണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് കുറവായിരിക്കും. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ആണെങ്കിൽ വളരെ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ചെറിയ ഫോഴ്സ് ആണെങ്കിൽ അത് സ്റ്റോപ്പ് ആവാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് എ ബോഡി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ ഫോഴ്സ് ആക്ട്സ്. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഏത് ഡയറക്ഷനിൽ സംഭവിക്കുന്നു? ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ സംഭവിക്കുന്നു. ഓക്കെ, ഫോഴ്സിൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും ഈ റേറ്റ് ഓഫ് ചേഞ്ച് സംഭവിക്കുക. ഇനി ഇതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം നോക്കാം.
So F proportional to delta P by delta T. അതാണ് സെക്കൻഡ് ലോ. ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എഫ് പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി ഓർ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു delta p by delta t. K is a constant of proportionality. K into delta p by delta t. Now if you consider the limit delta t tends to 0, വളരെ ചെറിയ ടൈം ഇൻ്റർവലാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിത് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി ഡി വി ബൈ ഡി ടി അല്ല, ഡി എക്സ് ബൈ ഡി ടി ഡി ആർ ബൈ ഡി ടി. അതേ രീതിയിൽ ചെറിയ ടൈം ഇൻ്റർവൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ delta p by delta t അതിന് പകരം ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. സോ ദ ഇക്വേഷൻ ഇസ് എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഈ ഇക്വേഷൻ നമുക്കൊന്ന് മോഡിഫൈ ചെയ്യാം. അപ്പോൾ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി, ദാറ്റ് ഇസ് കെ ഇൻറ്റു പി നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്തു, മാസ് ഇൻറ്റു വെലോസിറ്റി. സോ ഡി ബൈ ഡി ടി ഓഫ് എം വി, മാസ് ഇൻറ്റു വെലോസിറ്റി, ദാറ്റ് ഇസ് കെ ഇൻറ്റു എം കോൺസ്റ്റൻ്റ് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. ഓക്കെ, ഡി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ബ്രാക്കറ്റിനുള്ളിൽ വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ മാസ് അങ്ങനെ വേരി ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ നമുക്ക് മാസ് പുറത്തേക്ക് എടുക്കാം. സോ കെ ഇൻറ്റു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി. ഓക്കെ, നൗ വാട്ട് ഇസ് ഡി വി ബൈ ഡി ടി? ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. dv by dt, rate of change of velocity, it is acceleration. So F equal to k into ma. dv by dt is acceleration. F equal to k into ma. Or if you consider k as 1, k നമ്മൾ constant 1 ആയിട്ടാണ് എടുക്കുക. So F equal to dp by dt or equal to ma. അപ്പോൾ ഇതാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫോം ഒന്നുകിൽ നമുക്ക് എഫ് പ്രൊപ്പോർഷണൽ ടു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. ആൻഡ് ഫ്രം ദാറ്റ് ഇക്വേഷൻ യു വിൽ ഗെറ്റ് എഫ് ഈക്വൽ ടു എം എ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. എഫ് ഈക്വൽ ടു എം എ എന്നുള്ളത് മെക്കാനിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ്. അത് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ്റെ മറ്റൊരു ഫോമാണെന്ന് തന്നെ പറയാം, എഫ് ഈക്വൽ ടു എം എ എന്നുള്ള റിലേഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ സംബന്ധിച്ചിട്ട് ഈ ഒരു ഡെറിവേഷൻ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ സ്റ്റെപ്സ്, എഫ് ഈക്വൽ ടു കെ ഡി പി ബൈ ഡി ടി, അതിൽ നിന്ന് കിട്ടുന്ന ഫൈനൽ ഇക്വേഷനാണ് എഫ് ഈക്വൽ ടു എം എ. ഇപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ എസ് ഐ യൂണിറ്റ് അറിയാം, ന്യൂട്ടൺ അല്ല. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇഫ് മാസ് ഈക്വൽ ടു 1 കിലോഗ്രാം ആൻഡ് ആക്സിലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ദെൻ ഫോഴ്സ് നമുക്ക് എഴുതാം 1 ന്യൂട്ടൺ. അല്ലെങ്കിൽ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 1 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, അപ്പോൾ 1 ന്യൂട്ടൺ ഇസ് ദാറ്റ് ഫോഴ്സ് വിച്ച് കോസസ് ആൻ ആക്സിലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ടു എ മാസ് ഓഫ് 1 കിലോഗ്രാം. ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അതായത് മാസ് 1 ആകുമ്പോൾ ആക്സിലറേഷൻ 1 ആകുമ്പോൾ ഫോഴ്സ് 1 ആണ്, 1 ന്യൂട്ടൺ ആണ്. എന്ന് പറഞ്ഞാൽ ഏത് ഫോഴ്സാണോ 1 കിലോഗ്രാം മാസുള്ള ഒരു ബോഡിയെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്സിലറേറ്റ് ചെയ്യുന്നത്, ആ ഫോഴ്സിനെയാണ് 1 ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, the force that causes an acceleration of 1 meter per second square to a mass of 1 kilogram. 1 kilogram മാസ്സുള്ള ഒരു ബോഡിക്ക് 1 meter per second square ആക്സിലറേഷൻ കൊടുക്കാൻ എത്ര ഫോഴ്സാണോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്, ആ ഫോഴ്സാണ് 1 ന്യൂട്ടൺ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ഒരു ലോയിൽ നിന്ന് കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ഉണ്ട്, നോക്കാം. അപ്പോൾ ന്യൂട്ടൺ സെക്കൻഡ് ലോ, അതിൻ്റെ ആ ഒരു ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണ്, എഫ് ഈക്വൽ ടു എം എ അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് സപ്പോസ് എഫ് ഈക്വൽ ടു 0, ഫോഴ്സ് 0 ആണെങ്കിൽ ആ ഇക്വേഷൻ 0 ആയല്ലോ. പക്ഷെ മാസ് കനോട്ട് ബി 0 അല്ലേ? മാസ് 0 അല്ലെങ്കിൽ പിന്നെ എം എ 0 ആവണമെങ്കിൽ മാസ് 0 അല്ല. അപ്പോൾ എം എ എന്നുള്ള ഭാഗം 0 ആവണമെങ്കിൽ എന്ത് 0 ആയിരിക്കണം? എ 0 ആയിരിക്കണം, ആക്സിലറേഷൻ 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ എന്താ? ഇഫ് ദ ഫോഴ്സ് ആക്ടിങ് ഇസ് 0, ആക്സിലറേഷൻ ഇസ് 0. ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞ അർത്ഥം എന്താ? വെലോസിറ്റി ഈസ് നോട്ട് ചേഞ്ചിങ്. ഓക്കെ, വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് മീൻസ് ദ ബോഡി മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. അതിനെയല്ലേ ഫസ്റ്റ് ലോയിൽ പറഞ്ഞത്.
ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ പറഞ്ഞാൽ എന്തായിരുന്നു? ഫോഴ്സ് ഇല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, അല്ലെങ്കിൽ ബോഡി അണ്ടർഗോസ് യൂണിഫോം മോഷൻ. അത് തന്നെയാണ് നമുക്കിപ്പോൾ കിട്ടിയ റിസൾട്ട്. അതായത് സെക്കൻഡ് ലോയിൽ നിന്ന് വി ക്യാൻ ഗെറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. Okay, if the force is 0, that means acceleration equal to 0. കാരണം മാസ് 0 ആവില്ല ഒരിക്കലും. അപ്പോൾ ആക്സലറേഷൻ 0. ആക്സലറേഷൻ 0 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡസ് നോട്ട് ചേഞ്ച് ഓർ വെലോസിറ്റി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ദാറ്റ് മീൻസ് സെക്കൻഡ് ലോ ഇസ് കൺസിസ്റ്റൻറ്റ് വിത്ത് ദ ഫസ്റ്റ് ലോ. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കാറുണ്ട് പ്രൂഫ് ദാറ്റ് ദ ഫസ്റ്റ് ലോ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ സെക്കൻഡ് ലോ. ലോയിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ലോ ലഭിക്കും. നെക്സ്റ്റ് പോയിന്റ്, the second law of motion is a vector law. അതായത് വെക്ടർ എന്ന് പറയുമ്പോൾ 3 കമ്പോണൻറ്റ്സ് നമുക്ക് അതിൽ നിന്ന് എഴുതാനാവും. അതായത് F equal to ma എന്നുള്ള ഇക്വേഷൻ ഇറ്റ് ഈസ് ഇക്വാലൻറ്റ് ടു 3 ഇക്വേഷൻസ്, 1 ഫോർ ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ദി വെക്ടേഴ്സ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാം വെക്ടർ ക്വാണ്ടിറ്റീസ് ആണ്. ഫോഴ്സ് വെക്ടറാണ്, മൊമെൻറ്റം വെക്ടറാണ്, ആക്സിലറേഷൻ വെക്ടറാണ്. അപ്പോൾ F equal to dp/dt equal to ma എന്നുള്ള ഇക്വേഷൻ നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ദർ ആർ 3 ഇക്വേഷൻസ്, എക്സ് കമ്പോണൻറ്റ്, വൈ കമ്പോണൻറ്റ് ആൻഡ് സെഡ് കമ്പോണൻറ്റ്. എക്സ് കമ്പോണൻറ്റ് എന്താണ്? എഫ് എക്സ് ഈക്വൽ ടു ഡി പി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു എം എ എക്സ്. എഫ് വൈ ഈക്വൽ ടു ഡി പി വൈ ബൈ ഡി ടി ഈക്വൽ ടു എം എ വൈ. അതുപോലെ എഫ് സെഡ്, സെഡ് കമ്പോണൻറ്റ് dpz by dt that is equal to maz. അപ്പോൾ 3 കമ്പോണൻറ്റ്സ് അല്ലെങ്കിൽ 3 ഇക്വേഷൻസിന് തുല്യമാണ് എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ഇക്വേഷൻ. അതുകൊണ്ട് ഇതൊരു വെക്റ്റർ ലോ ആണെന്ന് പറയാം. തേർഡ് പോയിന്റ്, ഇൻ ദ ഇക്വേഷൻ എഫ് ഈക്വൽ ടു എം എ, എഫ് ഇൻക്ലൂഡ്സ് ഓൺലി ദി എക്സ്റ്റേണൽ ഫോഴ്സസ്. അതായത് ഈ എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും ഈ എഫിൽ മീൻസ് എക്സ്റ്റേണൽ ഫോഴ്സസ് മാത്രമേ എഫിൽ ഉൾപ്പെടുന്നുള്ളൂ. അത് സാധാരണ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ആവശ്യം വരിക വെൻ വി കൺസിഡർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്. ഒരു സിംഗിൾ ബോഡിയുടെ കേസിലാകുമ്പോൾ എഫ് ഈക്വൽ ടു എം എ എന്നുള്ളത് ടോട്ടൽ ഫോഴ്സാണ്. ആൻഡ് ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ഒന്നിൽ കൂടുതൽ പാർട്ടിക്കിളുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സാണ്. എല്ലാ പാർട്ടിക്കിളിലും കൂടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ടോട്ടൽ ഫോഴ്സ്. ഈ ഫോഴ്സ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ദി എക്സ്റ്റേണൽ ഫോഴ്സസ്. ഇൻറ്റേർണൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ നമ്മളൊരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ആറ്റംസ് തമ്മിൽ അല്ലെങ്കിൽ മോളിക്യൂൾസ് തമ്മിലുള്ള ഫോഴ്സ്, ഇതൊക്കെ ഇൻറ്റേർണൽ ഫോഴ്സസ് ആണ്. അപ്പോൾ ഇത്തരം ഫോഴ്സസ് ഒന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഈ എഫ് ഈക്വൽ ടു എം എന്നുള്ള ഇക്വേഷനിൽ എഫ് ഡിനോട്ട്സ് ഓൺലി ദി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സിസ്റ്റം. ഓക്കെ, അടുത്ത 4ാമത്തെ പോയിന്റ്, in the equation F equal to ma, acceleration at any instant is determined by the force at that instant. അതായത് F equal to ma എന്നുള്ള ഇക്വേഷനിൽ ആക്സിലറേഷൻ എന്നത് എങ്ങനെ എന്താണ് ഡിസൈഡ് ചെയ്യുന്നത്? ആക്സിലറേഷൻ എന്നത് ആക്സിലറേഷൻ ഇസ് ഡിസൈഡഡ് ബൈ ദ ഫോഴ്സ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ ആണത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലെ ആക്സിലറേഷൻ ഇറ്റ് ഈസ് ഡിസൈഡഡ് ബൈ ദ ഫോഴ്സ് അറ്റ് ദിസ് മൊമെൻറ്റ്. ഓക്കെ, ഇപ്പോൾ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണോ അതുണ്ടാക്കുന്ന ആക്സിലറേഷനാണ് ഇവിടെ എ എന്ന് ഉദ്ദേശിക്കുന്നത്. മുമ്പ് എപ്പോഴും ഉള്ള ഫോഴ്സ് മുമ്പ് ഉണ്ടാക്കിയ ആക്സിലറേഷൻ അല്ല, ഇപ്പോൾ ആക്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ആ ബോഡിയിൽ ആ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഈ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിൽ ഉണ്ടാക്കിയ ആക്സിലറേഷനാണ് ഇവിടെ എ. ഓക്കെ, സോ ആക്സിലറേഷൻ അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഫോഴ്സ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇൻസ്റ്റൻറ്റിലെ ഫോഴ്സ്. ഓക്കെ, എപ്പോഴുള്ള ആക്സിലറേഷൻ ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ഇൻസ്റ്റൻറ്റിലെ ഫോഴ്സാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. താങ്ക് യു.